ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ആനന്ദനിലയത്തിലേക്ക് വന്നെത്തിയ സുരഭിയോട് ഐശ്വര്യ പറയുന്നത്, അമ്മ ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാമെന്ന് ശപഥം ചെയ്തല്ലേ ഇവിടേക്ക് വന്നത്, എന്നിട്ട് ഇതുവരെയായിട്ടും നടന്നില്ലല്ലോ എന്നുള്ള ഐശ്വര്യയുടെ കുത്തുവാക്കുകൾ കേട്ട് സുരഭി ഉടനെ തന്നെ നടപ്പിലാക്കുമെന്ന് പറയുന്നു. അവർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് വന്നു കയറുന്നു. അതിനു മുൻപ് തന്നെ ആനന്ദനിലയത്തിലേക്ക് വസുന്ധരാമയും അമൃതയും ശ്യാമയും നേരത്തെ എത്തി വിവരങ്ങളെല്ലാം അവിടെയുള്ള എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. വസന്തരാമയുടെ അരികിലേക്ക് വളരെ സന്തോഷത്തോടെ വന്നെത്തുന്ന സുരഭിയും ഐശ്വര്യയും അകത്ത് നിൽക്കുന്ന എല്ലാവരുടെയും മുഖഭാവം കണ്ടതോടെ ഞെട്ടി. ആനന്ദനിലയത്തിലെ ഓരോരുത്തരും ദേഷ്യത്തോടെയും പകയോടെയും ഐശ്വര്യയെയും സുരഭിയെയും നോക്കി. എന്താ കാര്യം എന്നറിയാതെ ഐശ്വര്യ തന്റെ ആ കള്ള റിസൾട്ടുമായിട്ട് വേഗം വസന്തരാമയുടെ അരികിലേക്ക് എത്തി. രാമ സ്കാനിംഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് നേരെ നീട്ടിയതും വസന്തരാമ ആ നിമിഷം ഐശ്വര്യയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. വീണ്ടും നീ നുണ പറഞ്ഞുകൊണ്ട് വന്നതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും വസന്തരാമ ഐശ്വര്യയുടെ കർണത്തടിക്കുകയും ചെയ്തു. ആ വീട്ടിലുള്ള ഓരോരുത്തരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ വേദനയിൽ സുരഭിയെയും ഐശ്വര്യയെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോഴേക്കും അരുൺ ഐശ്വര്യയുടെയും സുരഭിയുടെയും ബാഗുകളുമായി അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ ഇരുവരുടെയും ബാഗുകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഐശ്വര്യയെ പുറത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇത്രയും നാളും കപടഗർഭത്തിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുകയും സഹതാപം ഒക്കെ നേടിയെടുക്കുകയും ചെയ്യുകയും അതോടൊപ്പം അരുണിന്റെ ജീവിതം തകർക്കാനായി ശ്രമിക്കുകയും ചെയ്ത ഐശ്വര്യയെ എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നു.